എല്ലാവർക്കും ഫോക്കസ് ഏരിയയുടെ 11ാമത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന അധ്യായത്തിന്റെ എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫ്രെയിം ചെയ്യുന്നത്, പിന്നെ റെക്ടാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട ചില സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഫ്രെയിം ചെയ്തതിനു ശേഷം അതെങ്ങനെ സോൾവ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഏതാനും ചോദ്യങ്ങൾ കൂടി നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വിശദമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ മുൻപ് ഈ അധ്യായം എടുത്തപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളും കൂടെ നിങ്ങളൊന്ന് കാണുക. അപ്പൊ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 15, സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ് ഈസ് 3/10, ഫൈൻഡ് ദ നമ്പേഴ്സ്. രണ്ട് സംഖ്യകളുടെ തുക 15ഉം അവയുടെ വിൽക്രമങ്ങളുടെ തുക 3/10 ആയാൽ സംഖ്യകളേവ. ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യണം, രണ്ടാംകൃതി സമവാക്യം ഉണ്ടാക്കണം. അപ്പോ അതിന് സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 15 എന്ന് പറയുമ്പോൾ രണ്ട് നമ്പേഴ്സ് എക്സ് വൈ, എക്സ് പ്ലസ് വൈ ഈസ് 15. പക്ഷേ നമുക്ക് രണ്ട് വേരിയബിൾ എടുക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. എക്സ് മാത്രം അല്ലെങ്കിൽ വൈ മാത്രം ഏതെങ്കിലും ഒരു വേരിയബിളെ പാടുള്ളൂ. അപ്പൊ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 15 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ 15 ആണ്. സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 15. അപ്പോ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ മറ്റേ നമ്പർ എന്തായിരിക്കും? യെസ്, 15 മൈനസ് എക്സ് എന്ന് എഴുതണം. കണ്ടോ, ഇത് ഒരു നമ്പർ 10 ആണ്, മറ്റേ നമ്പർ അറിയില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? y ഈസ് ഈക്വൽ ടു 15 മൈനസ് 10 എന്ന് എഴുതും. അപ്പോഴാണ് നമുക്ക് 5 എന്ന് കിട്ടുക. അതുപോലെ നമ്പേഴ്സ് ആർ, സംഖ്യകൾ ഏതെല്ലാം എന്ന് എടുക്കണം? എക്സ് ആൻഡ് 15 മൈനസ് എക്സ് എന്നെടുക്കണം. മനസ്സിലായോ ഏതൊക്കെയാ സംഖ്യകൾ എടുക്കാന്ന്? സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 15 എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു നമ്പർ എക്സും അടുത്ത നമ്പർ ഏത്? 15 മൈനസ് എക്സ്. എക്സ് പ്ലസ് വൈ 15 ആണ്. സോ വൺ നമ്പർ ഈസ് എക്സ്, സെക്കൻഡ് നമ്പർ ഈസ് വൈ വിച്ച് ഈസ് 15 മൈനസ് എക്സ് എന്നും എടുക്കണം. ഇങ്ങനെ രണ്ട് സംഖ്യകൾ എടുക്കുക. ദെൻ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ദ റെസിപ്രോക്കൽസ് ഈസ് 3/10. അവയുടെ വിൽക്രമങ്ങളുടെ തുക, അവ മറിച്ചിട്ട് രണ്ടും കൂടെ കൂട്ടിയാൽ 3/10 കിട്ടുമെന്ന്. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതാം? എക്സിന്റെ റെസിപ്രോക്കൽ 1/x, 15 മൈനസ് എക്സിന്റെ റെസിപ്രോക്കൽ 1/15 മൈനസ് എക്സ്. റെസിപ്രോക്കൽസ്. ദെൻ സം ഓഫ് ദ റെസിപ്രോക്കൽസ്, വിൽക്രമങ്ങളുടെ തുക പ്ലസ് തുക എത്ര കിട്ടും? 3/10 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് ദ റെസിപ്രോക്കൽസ് ഈസ് 3/10. അപ്പോ ഇക്വേഷനായി. ഇനി ഇതിനെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാം. അതിനായിട്ട് നമുക്ക് പല മാർഗങ്ങളുണ്ട് കേട്ടോ. LCM കണ്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എളുപ്പം എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 15 മൈനസ് എക്സ്, 15 മൈനസ് എക്സ് പ്ലസ് ഇനി എന്ത് ചെയ്യും? 1 into എക്സ്, എക്സ് ബൈ എക്സ് ഇൻറ്റു 15 മൈനസ് എക്സ്, എക്സ് ഇൻറ്റു 15 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 3/10. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ഇത് ഇൻറ്റു ഇത് 1 into 15 മൈനസ് എക്സ് പ്ലസ് 1 into എക്സ് ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റേഴ്സ് എക്സ് ഇൻറ്റു 15 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 3/10. ദെൻ ഇവിടെ എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആയി പോകുമല്ലോ. എക്സ് മൈനസ് എക്സ് 0. ബാക്കി 15 ബൈ എക്സ് ഇൻറ്റു 15, ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 15x എന്നായി മൈനസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഈസ് 3/10 എന്നെഴുതാം. താഴെ ഡിനോമിനേറ്റർ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. a ഇൻറ്റു ബി പ്ലസ് സി, എ ബി പ്ലസ് എ സി എന്ന ഫോമിലേക്ക് മാറ്റി ഇങ്ങനെ എഴുതി. ദെൻ അഗെയിൻ ക്രോസ് മൾട്ടിപ്ലൈയിങ്. ഒന്നുകൂടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു പ്രാവശ്യം കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ എന്താവും നോക്കിയേ. 15 into 10 ഈസ് ഈക്വൽ ടു 3 into 15x മൈനസ് എക്സ് സ്ക്വയർ. 15 into 10 ഈസ് ഈക്വൽ ടു 3 into 15x മൈനസ് എക്സ് സ്ക്വയർ എന്നായി. മനസ്സിലായല്ലോ? ഇനി എന്താ ചെയ്യുക? വീണ്ടും ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. 15 into 10 150 ഈസ് ഈക്വൽ ടു 3 into 15x, 3 into 15x 45x മൈനസ് 3 into x. ഈ മൈനസ് ആണ് ഇവിടെ. 3 into മൈനസ് എക്സ് സ്ക്വയർ ആണ്, മൈനസ് 3x സ്ക്വയർ എന്ന് തോന്നുന്നു. ഇനി സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ പറഞ്ഞു ax സ്ക്വയർ പ്ലസ് bx, ആ രൂപത്തിലേക്ക് വരണം. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം മൈനസ് 3x സ്ക്വയർ ഇക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിലുള്ളതിനെ എടുത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 3x സ്ക്വയർ. ദെൻ 45x ഇക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നു, അത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ മൈനസ് 45x ഈക്വൽസ്
150 ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലാണ്, നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. -150 എന്ന് തോന്നും. ഇനി നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആണ്, വർഗത്തിക രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോ എന്ത് വേണമെന്നാ പറഞ്ഞ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം നമ്മുടെ ഏറ്റവും എളുപ്പമുള്ള മാർഗത്തിൽ ചെയ്യണമെന്ന്. അപ്പൊ അതിന് നമുക്ക് എല്ലാത്തിനെയും ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഓരോ ടേംസിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ 1x² ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പൊ ഇതെന്താവും? എക്സ് സ്ക്വയർ മൈനസ് ഇത് കട്ട് ചെയ്താൽ 15x ഈസ് ഈക്വൽ ടു -50 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ നിൽക്കുന്നത്. x² മൈനസ് 15x ഈക്വൽസ് -50 എന്നുള്ളത് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ ചെയ്തത്? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആഡ് ചെയ്തു. അപ്പൊ x² മൈനസ് 15x ഈക്വൽസ് -50 എന്നുള്ളതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എക്സിന്റെ ഗുണോത്തരം, എക്സിന്റെ കോഎഫിഷ്യന്റ് -15, അതിന്റെ ഹാഫ് /2, അതിന്റെ സ്ക്വയർ 15/2 സ്ക്വയർ. -15 എന്ന് പറഞ്ഞു, പക്ഷേ സ്ക്വയർ എടുക്കുമ്പോൾ നെഗറ്റീവ് മാറി പോസിറ്റീവ് തന്നെ ആകുന്നതുകൊണ്ട് നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ 15/2 ഹോൾ സ്ക്വയർ ഇവിടെയും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുക. 15/2 ഹോൾ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ് മൈനസ് 15/2 ഹോൾ സ്ക്വയർ ആയിട്ടുണ്ടാകും. അത് നമ്മൾ ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. എങ്ങനെ ചെയ്യുമ്പോൾ? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ, എക്സിന്റെ ഗുണോത്തരത്തിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ ഇതായിട്ടുണ്ടാകും. a+b ഹോൾ സ്ക്വയർ a² മൈനസ് b ഹോൾ സ്ക്വയർ a² മൈനസ് 2ab + b സ്ക്വയർ ആയിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് -50 പ്ലസ് 225/4 എന്നായി. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇത് കൂടുതൽ മാർക്ക് കിട്ടുന്ന ചോദ്യമാകുമ്പോൾ നമ്മൾ കുറച്ച് അധ്വാനിക്കണം, കുറച്ച് വർക്ക് ചെയ്യണം. തെറ്റാതെ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ഒന്നും തെറ്റാതെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് ചെയ്യാട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഇപ്പൊ എക്സ് മൈനസ് 15/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഇവിടെയും ഇവിടെ × 4 ചെയ്താൽ മതി അല്ലെ? ഇവിടെ × 4 അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ എന്താണെങ്കിലും 4 × -50 -200 പ്ലസ് 1 × 225 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അല്ലെങ്കിൽ ഇവിടെ × 4 ചെയ്താൽ -200 പ്ലസ് 225/4 എന്താണെങ്കിലും അത് തന്നെ. അതായത് എക്സ് മൈനസ് 15/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു -200 പ്ലസ് 225 എന്ന് പറഞ്ഞാൽ 25/4 എന്നാണ് അല്ലെ? 25/4. അതിനെ എക്സ് മൈനസ് 15/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇന്നലെ എഴുതിയതുപോലെ +or-5/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്, 4 എന്നത് 2ന്റെ സ്ക്വയർ ആണ്. അങ്ങനെ എഴുതാലോ. അങ്ങനെ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. പോസിറ്റീവും നെഗറ്റീവും 2 ആയിട്ട് എഴുതും. അപ്പോൾ എന്താ എഴുതുക? എക്സ് മൈനസ് 15/2 ഈസ് ഈക്വൽ ടു +5/2 ഒരെണ്ണം. അതുപോലെ തന്നെ എക്സ് മൈനസ് 15/2 എന്ന് പറയുന്നത് -5/2 ഒരെണ്ണം. 2 ആൻസറുകൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് കിട്ടാം. അതുകൊണ്ടാണ്. ഇനി എക്സ് ഈസ് ഈക്വൽ ടു ഈ 5/2 അടുത്തേക്ക് ഇത് പോകുമ്പോൾ പോസിറ്റീവ് ആവും. +15/2 ദാറ്റ് ഈസ് 20/2 10 എന്ന ആൻസർ. ഇവിടെ ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു -5/2 അടുത്തേക്ക് ഇത് പോകുമ്പോൾ പ്ലസ് ആവും 15/2 ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു -5 15 10/2 ദാറ്റ് ഈസ് 5. അപ്പൊ 2 ആൻസറുകൾ കിട്ടി. എന്തിന്? എക്സിന്. ഇനി നമുക്ക് നമ്പേഴ്സിലേക്ക് വരാം. എക്സ് 10 ആണെങ്കിൽ നമ്പേഴ്സ് ആർ 10 15 - 10 എത്ര? 5 കേട്ടോ. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇപ്പൊ ആൻസർ ഫൈനൽ ആൻസർ നമുക്ക് പറയാം. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇത് 10, നമ്പേഴ്സ് ഏതൊക്കെയാ? നമ്പേഴ്സ് ആർ ഏതൊക്കെ? 10 15 - 10 5 10 and 5. ഇനി എക്സ് 5 എന്ന് എടുത്താലോ? എക്സ് 5 എന്ന് എടുത്താലും നമ്പേഴ്സ് ആർ 5 and 15 - 5 10. അപ്പൊ തിരിഞ്ഞു വരുമെന്നേ ഉള്ളൂ. അപ്പൊ നമ്പേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. നമ്പേഴ്സ് 5 and 10 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾ PA×PBC PC×PD എന്ന് പറയുന്നുണ്ടാവും. കാരണം നമ്മൾ സർക്കിൾസിലും വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. 2 chords intersecting inside the circle at P, then prove that PA×PB is equal to PC×PD എന്ന പ്രൂഫും അതിനോടനുബന്ധിച്ചുള്ള ചില പ്രോബ്ലംസും.
അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കേട്ടോ. ഇപ്പൊ ചോദ്യം നോക്കി, കോഡ്സ് എ ബി ആൻഡ് സി ഡി ഇന്റർസെക്ട് ഇൻസൈഡ് ദ സർക്കിൾ അറ്റ് എം. എം എ ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അപ്പൊ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. എം എ ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ, എ ബി ഇസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ. നമ്മള് പേപ്പർ നോക്കുമ്പോൾ കാണുന്ന കുട്ടികൾ വരുത്താറുള്ള ഒരു മിസ്റ്റേക്ക് ആണ്, കാണുന്ന നമ്പേഴ്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യും. 6 × 14 ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതും. അങ്ങനെയല്ല, നിങ്ങൾ ആ ഫിഗറിൽ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എം എ 6 ആണ്, എ ബി 14 ആണ്. എ ബി ആണ് 14, അല്ലാതെ എം ബി അല്ല. എ ബി 14 ആണെങ്കിൽ എം ബി എത്രയായിരിക്കും? 8 ആയിരിക്കും. അത് കറക്റ്റ് മാർക്ക് ചെയ്യണേ. ആൻഡ് സി ഡി 16, ടോട്ടൽ ലെങ്ത് ആണ് 16. പിന്നെ ഇതുമില്ല ഇതുമില്ല കേട്ടോ, ടോട്ടൽ ലെങ്ത് 16 ആണ്. അങ്ങനെ വരുമ്പോൾ ഒന്നിനെ എക്സ് എന്നും അടുത്തതിനെ എന്തെഴുതാം? 16 മൈനസ് എക്സ് എന്നും എഴുതാം. അങ്ങനെ എഴുതാം. ഇവിടെ നമുക്ക് എ ബി 14 ആയിരുന്നുവെങ്കിലും ഒരു ലെങ്ത് അറിയാവുന്നതുകൊണ്ട് മറ്റത് കുറച്ച് എഴുതി. പക്ഷെ ഇവിടെ നമുക്ക് ടോട്ടൽ മാത്രമേ അറിയുള്ളൂ, അതിൽ ബാക്കി പാർട്സ് ഒന്നും അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി സർക്കിൾസിൽ പഠിച്ച കാര്യം എഴുതാമല്ലോ. എന്താണ്? ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നത് എമ്മിലായതുകൊണ്ട് എ ബി സി ഡി എന്നീ ഞാനുകൾ എമ്മിൽ ഖണ്ഡിക്കുന്നുണ്ട്. എം എ ഇൻറ്റു എം ബി ഈസ് ഈക്വൽ ടു എം സി ഇൻറ്റു എം ഡി എന്ന് എഴുതാം. ഇവിടെ പി ആയിരുന്നപ്പോ പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു പി ഡി എന്ന് എഴുതിയ പോലെ ഇന്റർസെക്ടിങ് രണ്ട് ഞാണുകൾ വൃത്തത്തിനകത്ത് എമ്മിൽ ഖണ്ഡിക്കുന്നത് കൊണ്ട് എം എ ഇൻറ്റു എം ബി സമം എം സി ഇൻറ്റു എം ഡി എന്ന് എഴുതി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു എം സിയുടെ വാല്യൂ 16 മൈനസ് എക്സ്, എം ഡിയുടെ വാല്യൂ എക്സ്. സോ എക്സ് ഇൻറ്റു 16 മൈനസ് എക്സ് എന്ന് എഴുതാം. ദെൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കാം. 6 ഇൻറ്റു 8 48 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 16 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ. കേട്ടോ, നമ്മുടെ സെക്കൻഡ് ഡിഗ്രിയിലേക്ക് വരുന്നില്ല ഇക്വേഷനിലേക്ക്. ഈ മൈനസ് എക്സ് സ്ക്വയർ ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പോസിറ്റീവ് ആവും. എക്സ് സ്ക്വയർ 16x ഈക്വലിന് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നു, അത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ മൈനസ് 16x ഈക്വൽസ് 48 ഈക്വലിന്റെ ലെഫ്റ്റ് സൈഡിൽ, അത് റൈറ്റിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് 48. ശ്രദ്ധിക്കണം, ഈക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എല്ലാം ഓപ്പോസിറ്റ് ആവും സൈൻ. ഈക്വലിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന റൈറ്റിലേക്ക് പോയപ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആയി. ദെൻ ഇനി എന്ത് ചെയ്യുക? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, അപ്പൊ അവിടെ ഒരു പ്രശ്നമില്ല. എക്സിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് 16, അതിന്റെ ഹാഫിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര? 8 ആണ്. 16ന്റെ പകുതി 8. ഇവിടെയും 8 സ്ക്വയർ ആണ് ആഡ് ചെയ്യുക. എക്സിന്റെ ഗുണോത്തരം 16, 16ന്റെ പകുതി 8, 8ന്റെ സ്ക്വയർ രണ്ടിടത്തും ആഡ് ചെയ്യുക, കൂട്ടി വെച്ചു. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്തായിട്ടുണ്ടാവും? എക്സ് മൈനസ് 8 ഹോൾ സ്ക്വയർ ആയിട്ടുണ്ട്, സംശയമില്ല. അത് നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യം ഇല്ല. ഈക്വൽ ടു നെഗറ്റീവ് 48 പ്ലസ് 8 സ്ക്വയർ 64 ആണ്. 8 സ്ക്വയർ 64. ഒന്നുകൂടി, എക്സ് മൈനസ് 8 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 48 പ്ലസ് 64 എന്ന് പറഞ്ഞാൽ 16 16 എന്ന് കിട്ടി. അതിനെ നമുക്ക് 16 എന്നതിന് എന്ത് എഴുതാം? 4 സ്ക്വയർ എന്ന് എഴുതാം. ഞാൻ ഒന്നുകൂടി എഴുതി കാണിക്കാം. അതിനെ 4 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ എന്തായി? എക്സ് മൈനസ് 8 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് ഓർ മൈനസ് ആകാം, പ്ലസ് അല്ലെങ്കിൽ മൈനസ് 4 സ്ക്വയർ. ഇനി എന്താ ചെയ്തത്? രണ്ടായിട്ട് എഴുതി അല്ലെ? ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ഇട്ട് ഈ ഇക്വേഷൻസ് എഴുതിയാൽ എക്സ് മൈനസ് 8 പോസിറ്റീവ് 4 ആകാം, എക്സ് മൈനസ് 8 നെഗറ്റീവ് 4 ആകാം. അപ്പോൾ എക്സ് 4 പ്ലസ് 8 എക്സ് 12 ആകാം. ഇവിടെ എക്സ് നെഗറ്റീവ് 4 അപ്പുറം ഉണ്ട്. ഈ മൈനസ് 8 പോകുമ്പോൾ പ്ലസ് 8 ആയി. അതായത് നെഗറ്റീവ് പ്ലസ് പോസിറ്റീവ് ചെയ്തപ്പോൾ ഡിഫറൻസ് ചെയ്ത് 4 കിട്ടി. കണ്ടോ, എക്സിന് 2 വാല്യൂസ് കിട്ടി. ഇനി ഏത് വാല്യൂ ആണ്? എം ഡി എക്സ് എന്നത് 12 ആണെങ്കിൽ ഇവിടെ 16 മൈനസ് 12 4 ആകും. ഇനി എക്സ് ഇത് 4 ആണെങ്കിൽ 16 മൈനസ് 4 12 ആവും. എന്താണെങ്കിലും 4 12 12 4 ആയിരിക്കും. അപ്പോൾ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 12, എക്സ് 12 ആണെങ്കിൽ എം ഡി ഈസ് ഈക്വൽ ടു 12, ഇത് 12, എം സി ഈസ് ഈക്വൽ ടു 16 മൈനസ് 12 ദാറ്റ് ഈസ് 4. ഇതാണ് ഒരു സെറ്റ്. ഇനി അതുപോലെ തന്നെ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 4, എക്സ് 4 ആണെങ്കിൽ എം ഡി ആണ് 4 എന്ന് പറയുക. അതുപോലെ എം സി എന്ന് പറയുന്നത് 16 മൈനസ് 4 12 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇത് അല്പം ശ്രദ്ധയോടെ പഠിക്കണേ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 34 സെന്റിമീറ്റർ ആൻഡ് ഏരിയ ഈസ് 60 സ്ക്വയർ സെന്റിമീറ്റർ. ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാംഗിൾ. ഒരു
ചതുരത്തിന്റെ ചുറ്റളവ് 34 സെന്റിമീറ്ററും പരപ്പളവ് 60 ചതുരശ്ര സെന്റിമീറ്ററുമാണ് എങ്കിൽ അതിന്റെ വശങ്ങളുടെ നീളങ്ങൾ കാണുക. അപ്പൊ നമുക്ക് നോക്കാം. റഫ് ഫിഗർ വരച്ച് നോക്കിയാണ്. എ റെക്ടാംഗിൾ വിത്ത് പെരിമീറ്റർ 34 സെന്റിമീറ്റർ, ചുറ്റളവ് 34 സെന്റിമീറ്റർ. ഈ ചതുരത്തിന്റെ നീളം എല്ലും വീതി ബിയുമാണെങ്കിൽ, ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും ആണെങ്കിൽ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എങ്ങനെ എഴുതും? പെരിമീറ്റർ അഥവാ ചുറ്റളവ്, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? 2 into L plus B ആണ്. 2 into L plus B ആണ് പെരിമീറ്റർ. That perimeter is given that the perimeter is 34 centimeter. ചുറ്റളവ് 34 സെന്റിമീറ്റർ തന്നിരിക്കുന്നു. 2 into L plus B 34 തന്നിരിക്കുന്നു. ഈ 2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാലോ L plus B is equal to 34/2 എന്നായില്ലേ? ആയോ? L plus B is equal to എത്ര? 17 സെന്റിമീറ്റർ. L plus B is equal to 17 എന്നായി. So in this rectangle sum of length and breadth, ഈ ചതുരത്തിന്റെ നീളവും വീതിയും കൂടെ കൂട്ടിയാൽ 17 സെന്റിമീറ്റർ കിട്ടും. പക്ഷെ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സിംഗിൾ വേരിയബിൾ ആയിരിക്കണം. എല്ലും ബിയും എന്ന 2 വേരിയബിൾ ഇട്ട് ചെയ്യാൻ പാടില്ല. എക്സും വൈയും ഇട്ട് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു വേരിയബിളെ പാടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് L plus B 17 ആണെങ്കിൽ നമുക്ക് ബ്രെഡ്ത്ത് B is equal to 17 minus L എന്ന് എഴുതാം. ശരിയല്ലേ? L plus B is equal to 17. Therefore B is equal to 17 minus L. L അപ്പുറത്തേക്ക് പോയാൽ ഇപ്പൊ നമ്മുടെ ഈ റെക്ടാംഗിളിൽ ഇപ്പൊ ഇങ്ങനെ പറയാം, ലെങ്ത് L തന്നെയാണ്. ലെങ്ത് L തന്നെ. ഈ ബ്രെഡ്ത്ത് എന്നുള്ള B മാറി എന്തായി? 17 മൈനസ് L എന്നായി. മനസ്സിലായോ? റെക്ടാംഗിളിന്റെ നീളം L ആണ്, വീതി 17 മൈനസ് L ആണ്. അപ്പോ ഇങ്ങനെ നിൽക്കുക. ലെങ്ത് L ആണ്, ബ്രെഡ്ത്ത് 17 മൈനസ് L ആൻഡ് ഏരിയ പരപ്പളവ് 60. എങ്ങനെയാ പരപ്പളവ് കാണുക? L into B ആണ് 60. നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ്, ഏരിയ. ഇതിലെ L തന്നെയാണ്, പക്ഷെ B നമ്മൾ 17 മൈനസ് L എന്നാക്കിയിട്ടുണ്ട്. അത് 60 ആണ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 60, L തന്നെ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 17 മൈനസ് L ആണ്. അത് ഇൻറ്റു ചെയ്തപ്പോൾ നീളം ഇൻറ്റു വീതി 60 എന്ന് കിട്ടി. നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം. L into 17, 17L മൈനസ് L into L സ്ക്വയർ മൈനസ് ആണ്, മൈനസ് L സ്ക്വയർ. ഈ 60 ഉണ്ട് is equal to 60. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണേ. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ ആദ്യം സ്ക്വയർ ടേം വരണം, അതും പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ വർഗത്തികവ് മെത്തേഡിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് L സ്ക്വയർ എന്നുള്ളത് പ്ലസ് L സ്ക്വയർ ആയി. ഒരത്തേക്കും കൊണ്ടുപോയിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടുപോകുന്നില്ലേ. ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ മൈനസ് L സ്ക്വയർ പ്ലസ് ആക്കി 17L മൈനസ് 17L ആക്കി ഈക്വൽ 60 എന്നുള്ളത് നെഗറ്റീവ് 60 ആക്കി. എന്താ ചെയ്ത്? മൾട്ടിപ്ലൈയിങ് ഓൾ ടേംസ് ബൈ -1. എല്ലാത്തിനെയും -1 കൊണ്ട് ഇൻറ്റു ചെയ്തു. അതാ ചെയ്തത്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവും. നെഗറ്റീവ് ഇൻറ്റു 17 നെഗറ്റീവ് ആവും. ഇവിടെ നെഗറ്റീവ് ഇൻറ്റു 60 നെഗറ്റീവ് ആവും. അതാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തി. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? L സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. കുഴപ്പമില്ല. ഈ 17 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്, എങ്കിലും നമുക്ക് ബൈ 2 അതിന്റെ ഹാഫ് ബൈ 2 ഇട്ട് എഴുതി നമുക്ക് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? L സ്ക്വയർ മൈനസ് 17L ഈക്വൽസ് നെഗറ്റീവ് 60 എന്നുള്ളതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താ ആഡ് ചെയ്യേണ്ടത്? Lന്റെ കോഎഫിഷ്യന്റ് 17, 17ന്റെ പകുതി 17/2, 17/2ന്റെ സ്ക്വയർ. ഇവിടെയും ഇവിടെയും 17/2ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. ഇവിടെ ആഡ് ചെയ്തു, ഇവിടെയും ആഡ് ചെയ്യണം അല്ലെ? ഇവിടെ എത്ര ആഡ് ചെയ്യണം? 17/2ന്റെ സ്ക്വയർ ഒന്ന് നോക്കാം നമുക്ക്. 17 into 17, 7 49 ആണ്. 7 11 ആയി. 17 എത്രയാണ്? 289 എന്ന് വരില്ലേ? അപ്പൊ 289/2 സ്ക്വയർ 4. മനസ്സിലായോ? ഇനി ലെഫ്റ്റ് സൈഡ് എന്താകും? L സ്ക്വയർ മൈനസ് 17L പ്ലസ് 17/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് L സ്ക്വയർ L. ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ്
17/2 ഹോൾ സ്ക്വയർ എന്നായിട്ടുണ്ടാകും. നമ്മൾ വേറെ പരിശോധിക്കാനൊന്നും പോകണ്ട. എന്ത് ചെയ്യുമ്പോഴാണ് എല്ലിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ, അപ്പുറം ഇപ്പുറം ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എൽ മൈനസ് 17/2 ഹോൾ സ്ക്വയർ എന്നായിട്ടുണ്ടാകും. ഇനി നമുക്ക് റൈറ്റ് സൈഡ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? -60 പ്ലസ് 289/4 എന്നായിരുന്നേ. അത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇവിടെ ഇൻറ്റു 4/4 ചെയ്യാം. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയല്ലോ. എത്രയാണ്? -240 പ്ലസ് 289/4 എന്നാവും അല്ലെ. -4 × -60 -240 പ്ലസ് 289 ഓൾ ഡിവൈഡ് ബൈ 4 ആണ്. ഇത് എത്ര കിട്ടും നോക്കിയേ? 49/4 എന്നാണ്. കണ്ടോ? 49/4. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ലെഫ്റ്റ് സൈഡില് ഇങ്ങനെ വന്നു, റൈറ്റ് സൈഡിൽ 49/4. ഇതിനെ നമുക്ക് L മൈനസ് 17/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 49നെ ഒരു സ്ക്വയർ ആക്കി എഴുതണം, 7 4നെ സ്ക്വയർ ആക്കി എഴുതണം, 2 ഹോൾ സ്ക്വയർ. ഇതാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുക? ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് എന്നാ പറഞ്ഞു. 2 കട്ട് ചെയ്ത് കളയല്ല, രണ്ടിടത്തും വർഗ്ഗമൂലം എടുക്കുക. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ടിടത്തും വർഗ്ഗമൂലം എടുക്കുക. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ സ്ക്വയർ ക്യാൻസൽ ആവും. L മൈനസ് 17/2 ഈസ് ഈക്വൽ ടു 7/2 വിച്ച് ഈസ് പ്ലസ് ഓർ മൈനസ്. ഇനി നമുക്ക് പ്ലസും മൈനസും ഇട്ട് രണ്ടായിട്ട് നമുക്ക് എഴുതി സോൾവ് ചെയ്യാം. നോക്കാം. ഒന്ന്, L മൈനസ് 17/2 ഈസ് ഈക്വൽ ടു പോസിറ്റീവ് 7/2 രണ്ടാമത് L മൈനസ് 17/2 എന്നത് നെഗറ്റീവ് 7/2. കണ്ടോ? പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് പോസിറ്റീവ് കൊടുക്കുക, ഒന്ന് നെഗറ്റീവും കൊടുത്തെഴുതുക. എന്നിട്ട് നമുക്ക് നോക്കാം. L ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 7/2 മൈനസ് 17/2 അപ്പുറം പോകുമ്പോൾ പ്ലസ് 17/2. അതായത് L ഈസ് ഈക്വൽ 17 എത്ര? 24/2 കോമൺ ഡിനോമിനേറ്റർ ആണ്. L 12 വന്ന് കിട്ടും, ലെങ്ത് 12 വന്ന് കിട്ടും. ഇവിടെയോ L ഈസ് ഈക്വൽ ടു മൈനസ് 17/2 അപ്പുറം പോകുമ്പോൾ പോസിറ്റീവ് 17/2 ആയി. അവിടെ ഓൾറെഡി ഒരു 7/2 ഉണ്ട്, മൈനസ് ആണ്. അതിന് ചിഹ്നം മാറ്റരുത്. ഈക്വൽ റൈറ്റ് സൈഡിലും മൈനസ് 7/2 ആണ്, മാറ്റണ്ട. സോ L ഈസ് ഈക്വൽ ടു 17 മൈനസ് 7 10/2 വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോ ലെങ്ത് 12 ആകാം അല്ലെങ്കിൽ 5 ആകാം. ഇനി ലെങ്ത് 12 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര? 17 മൈനസ് L ആണ്. അപ്പൊ ലെങ്ത് 12, ബ്രെഡ്ത്ത് 17 മൈനസ് 12 ദാറ്റ് ഈസ് 5. ഇതാണ് ഒരു പേര്. അല്ലെങ്കിൽ ലെങ്ത് 5, ബ്രെഡ്ത്ത് 17 മൈനസ് 5 ദാറ്റ് ഈസ് 12. കണ്ടോ? ഇപ്പൊ രണ്ടുത്തരവും സെയിം തന്നെ. നമ്മൾ ലെങ്ത് 12 എന്നാണ് പറയുന്നതെങ്കിൽ ബ്രെഡ്ത്ത് 5, ലെങ്തിനെ 5 എന്നാണ് പറയുന്നതെങ്കിൽ ബ്രെഡ്ത്ത് 12 ആയിട്ട് വരുമെന്ന് മാത്രം. നമ്മൾ സാധാരണ നീളം എന്ന് പറയുമ്പോൾ കൂടിയതാണ്, നീളം കൂടുതൽ വലിയ ലെങ്ത് ആണ്, വലിയ അളവാണ് ലെങ്ത് എന്ന് നമ്മൾ സാധാരണ പറയും. അങ്ങനെ നോക്കാറില്ല, നോക്കേണ്ട കാര്യമില്ല. ലെങ്ത് 12 ആണെങ്കിൽ ബ്രെഡ്ത്ത് 5, ലെങ്ത് 5 ആണെങ്കിൽ ബ്രെഡ്ത്ത് 12. അതാണ് അതിന്റെ ആൻസർ. പ്രിയ കൂട്ടുകാരെ, നിങ്ങളെപ്പോലെ സമർത്ഥരായ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു നല്ല ചോദ്യം കൂടി ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കൂടുതൽ പ്രോബ്ലംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രോബ്ലംസ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം പഴയ എന്റെ ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ കാണുക. നിങ്ങൾക്ക് അടുത്ത വർഷവും ഈ അധ്യായം പഠിക്കാനുള്ളതുകൊണ്ട് കൂടുതൽ പ്രയോജനപ്പെടും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ ട്രെയിൻ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 300 കിലോമീറ്റർ ഇൻ എ കോൺസ്റ്റന്റ് സ്പീഡ്. ഒരു ട്രെയിൻ 300 കിലോമീറ്റർ ദൂരം ഒരു നിശ്ചിത വേഗതയിൽ സഞ്ചരിക്കുന്നു. If the speed of the train is increased by 5 kilometer, ട്രെയിനിന്റെ വേഗത 5 കിലോമീറ്റർ വർദ്ധിപ്പിച്ചാൽ the journey would have taken 2 hours less. യാത്രയിൽ 2 മണിക്കൂർ ലാഭിക്കും. Find the original speed of the train. എങ്കിൽ ആ ട്രെയിനിന്റെ ശരിയായ വേഗത എത്രയെന്ന ചോദ്യം മനസ്സിലായല്ലോ. സ്പീഡ് ഒരേ സ്പീഡിൽ ഒരു ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ മുതൽ അവിടം വരെ, അതായത് 300 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എത്താനായിട്ട് എത്ര ടൈം എടുക്കും? അതിനേക്കാൾ 2 മണിക്കൂർ കുറച്ചു മതി. എന്തിനാ? സ്പീഡ് കൂടുതൽ പോയി കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര? 300 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് അല്ലെ.
ഇത് വെച്ചുകൊണ്ട് ഈ സ്പീഡ് പോകുന്ന സ്പീഡ് എക്സ് എന്ന് കരുതുക, സ്പീഡ് എക്സ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര? 300 കിലോമീറ്റർ ആൻഡ് സ്പീഡ് എത്ര? എക്സ് കിലോമീറ്റർ പെർ അവർ എന്ന് കരുതാം. എക്സ് ആണ് ആദ്യത്തെ സ്പീഡ്. നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ therefore ടൈം ടേക്കൺ ടു ട്രാവൽ 300 കിലോമീറ്റർ, 300 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള സമയം എത്രയാണ്? 300/x ആണ് എന്ത്? ടൈം. 300/x അവേഴ്സ്. അതാണ് നമുക്ക് ഈ ആദ്യത്തെ കണ്ടീഷൻ വെച്ചുകൊണ്ട് സ്പീഡ് നോർമൽ ആയിരിക്കുമ്പോൾ ആദ്യത്തെ സ്പീഡിൽ ട്രെയിൻ യാത്ര ചെയ്യുകയാണെങ്കിൽ 300 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് ഈ കാണുന്നത്. ഇനി എഗെയിൻ ഈ ട്രെയിൻ ഈ സെയിം ഡിസ്റ്റൻസ്, അതായത് 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്നു. പക്ഷേ സ്പീഡ് എത്ര? 5 കിലോമീറ്റർ പെർ അവർ കൂട്ടുന്നു. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാവും? x+5 ആവും. മനസ്സിലായല്ലോ? അപ്പൊ രണ്ടാമത്തേല് ഡിസ്റ്റൻസ് 300 കിലോമീറ്റർ തന്നെയാണ്, പക്ഷേ സ്പീഡോ x+5 കിലോമീറ്റർ പെർ അവർ ആണ്. സ്പീഡ് കൂടി 5 കിലോമീറ്റർ പെർ അവർ കൂട്ടുകയാണെങ്കിൽ ഇതാണ് രണ്ടാമത്തെ സ്പീഡ്. മനസ്സിലായല്ലോ? ആദ്യത്തെ ടൈം ഇതാണ് എങ്കിൽ രണ്ടാമത്തെ ടൈം എത്ര? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി ടൈം കാണുന്നതിനുള്ളത്. ഏതൊക്കെ? ടൈം ഈസ് ഈക്വൽ ടു 300/x ആദ്യത്തത്, ടൈം ഈസ് ഈക്വൽ ടു 300/x+5 രണ്ടാമത്തത്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ ട്രെയിൻ എടുക്കുന്നത് 10 മണിക്കൂർ എടുക്കുമെന്ന് കരുതുക. എങ്കിൽ ഈ ട്രെയിൻ എന്ത് പറ്റും? എത്ര മണിക്കൂർ എടുക്കും? 2 കിലോമീറ്റർ കുറവാണ് എന്ന് വെച്ചാൽ 8 മണിക്കൂർ എടുക്കും. ഓക്കെ, പിടിയോ? ഇത് സാധാരണ സ്പീഡിൽ പോകുന്ന ട്രെയിൻ 10 മണിക്കൂർ കൊണ്ട് എത്തുമെങ്കിൽ സ്പീഡ് കൂട്ടിയാൽ, വേഗത കൂട്ടിയാൽ അത് 2 മണിക്കൂർ കുറവെന്നാ പറഞ്ഞ, അപ്പൊ 8 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് കരുതുക. എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ടൈമിൽ നിന്ന് ഈ ടൈം മൈനസ് ചെയ്താൽ 2 കിട്ടും. കണ്ടോ? 8 ഇവിടെ 8, ഇത് 10. 10 - 8 ആണ് 2. അപ്പോ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ 2 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യുക. കേട്ടോ? സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കിയാൽ മതി. ഇവിടെ ആദ്യം എത്തുന്ന സമയം 10 മണിക്കൂറും രണ്ടാമത്തേന് 8 മണിക്കൂറും എന്ന് കരുതിയാൽ 10 - 8 2. അതായത് ഇത് 300/x മൈനസ് 300/x+5 ഈസ് ഈക്വൽ ടു 2. ഇതാണ് ഇക്വേഷൻ. കേട്ടോ? ഈ ഇക്വേഷൻ നമ്മൾ ഫ്രെയിം ചെയ്യണം. ഇതിനെ സെക്കൻഡ് ഡിഗ്രി സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. ആക്കിയിട്ട് എക്സ് സോൾവ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ? 300 into x+5 minus x into 300 by x into x+5 is equal to 2. മനസ്സിലായല്ലോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എക്സ്പാൻഡിങ് 300 into x 300x 5 into 300 1500 minus 300 into 300x by x into x x square plus x into 5 5x is equal to 2. ഇവിടെ 300x minus 300x cancel ആവും. ബാക്കി 1500 is equal to 2 into x square plus 5x. അതായത് 1500 സമം 2 into x square 2x square plus 2 into 5x 10x. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇനി നമ്മള് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ വർഗം പൂർത്തിയാക്കൽ രീതിയിൽ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതാം. എന്താണ്? 2x square plus 10x is equal to 1500. ഇവിടെ ഇക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിൽ നിന്ന് എല്ലാം ഇങ്ങോട്ട് പോകുന്നു, ലെഫ്റ്റ് സൈഡിൽ നിന്ന് എല്ലാം അങ്ങോട്ട് പോയി. അതുകൊണ്ട് സൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എല്ലാത്തിനും എന്ത് ചെയ്യണം? ബൈ 2 ചെയ്താൽ മാത്രമേ കോഎഫിഷ്യന്റ് 1 ആകുകയുള്ളൂ. അറിയാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x ഈസ് ഈക്വൽ ടു 750 എന്ന് വന്നു. ഇനി എന്താ നമ്മൾ ചെയ്യുക? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ. എക്സിന്റെ കോഎഫിഷ്യന്റ് 5 ആണ്. 5ന്റെ ഹാഫ് 5/2. അതിന്റെ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുക. അപ്പോൾ എന്തായി? ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് x+5/2 ഹോൾ സ്ക്വയർ ആയിട്ടുണ്ടാകും. റൈറ്റ് സൈഡ് 750 പ്ലസ് 25/4. മനസ്സിലായല്ലോ? ഇത് x+5/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം.
750 into 4 3000 plus 1 into 25 by 1 into 4 4. ഓക്കെ, അപ്പൊ ഇത് സ്ക്വയർ ആണ്, ഇതിനെയും സ്ക്വയർ ആക്കി എഴുതണം. അതിനു മുമ്പ് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ എക്സ് പ്ലസ് 5/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3000 ആണ്. 4 into 750 3025/4. ആ 3025/4 എന്നുള്ളത് നമ്മൾ സ്ക്വയർ ടേമിലാക്കി എഴുതണം, ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ എഴുതണം. എങ്ങനെ? എക്സ് പ്ലസ് 5/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇത് 3025 എന്ന് പറഞ്ഞാൽ 55ന്റെ സ്ക്വയർ ആണ്, ബൈ 4 എന്നത് 2ന്റെ സ്ക്വയർ ആണ്. വേഗത്തിൽ എങ്ങനെയാണ് സ്ക്വയറും സ്ക്വയർ റൂട്ടും കാണുക എന്നുള്ളത് പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ ടിപ്സ് ആൻഡ് ട്രിക്സിൽ കിടപ്പുണ്ട്, നിങ്ങൾ കാണുക കേട്ടോ. വേഗത്തിൽ നമുക്ക് സ്ക്വയറും സ്ക്വയർ റൂട്ടൊക്കെ കാണാം, സൗകര്യം പോലെ കാണും. അപ്പോ ഇങ്ങനെ കിട്ടി, എക്സ് പ്ലസ് 5/2 ഹോൾ സ്ക്വയർ, ഇത് പ്ലസ് ഓർ മൈനസ് ആയി, is equal to 55/2. then x plus 5/2 is equal to negative 55/2. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ ലെസ് ഇല്ല, എക്സ് പ്ലസ് 5/2 ഉള്ളതിലെ 5/2 റൈറ്റ് സൈഡിലേക്ക് പോയാൽ 55/2 മൈനസ് 5/2 ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 55, നമ്പർ കുറച്ചാൽ 50/2 ദാറ്റ് ഈസ് 25. എക്സ് ഈസ് ഈക്വൽ ടു 25. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 55/2 മൈനസ് 5/2 നെഗറ്റീവ് ആണ്, നമ്മൾ എടുക്കുന്നില്ല. സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് അല്ലേ നമ്മൾ എക്സ് എന്ന് തുടങ്ങിയത്? സ്പീഡ് ഈസ് ഈക്വൽ ടു 25 km/h. അപ്പോൾ ഇത്തരം പ്രോബ്ലംസും നിങ്ങളൊന്ന് പരിശോധിക്കുക, പഠിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുള്ള എല്ലാ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.